എല്ലാ കർത്താവിൻ്റെ ദാസന്മാർ, സഹോദരി സഹോദരൻ, ഈ യോഗത്തിന് അധ്യക്ഷയായിരിക്കുന്ന സാറാമ്മ ആൻറ്റി, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയ ആൻറ്റി ഓർപ്പിച്ചതുപോലെ ക്രിസ്തീയ ശിഷ്യത്വം എന്ന ആ അനുഗ്രഹിക്കപ്പെട്ട വിഷയത്തിൻ്റെ 26ാമത്തെ ധ്യാനത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇത് നിരന്തരമായി പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകുവാനായി 22ാമത്തെ നമ്മുടെ ധ്യാനത്തില് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചിരുന്നു. പ്രത്യേകിച്ച് അവര് വളരെ സാധാരണക്കാരായിരുന്നു എന്ന കാര്യത്തിന് ഊന്നൽ കൊടുത്താണ് ഞാൻ അന്ന് സംസാരിച്ചിരുന്നത്. അതുപോലെ തന്നെ 25ാമത്തെ നമ്മുടെ ധ്യാനം, അതായത് കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ധ്യാനം, ഗ്രേറ്റ് കമ്മീഷനിൽ ശിഷ്യന്മാരെ കർത്താവ് കമ്മീഷൻ ചെയ്യുന്ന ആ ഭാഗം, മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കണമെന്ന വിഷയം ആസ്പദമാക്കിക്കൊണ്ട് ഞാൻ ചില ചിന്തകൾ പറഞ്ഞിരുന്നു. ഞാൻ ഈ 22ാമത്തെ ധ്യാനവും 25ഉം ഇപ്പോൾ ഇവിടെ കോട്ട് ചെയ്യാൻ കാരണം 26ാമത്തെ ഈ ഒരു ധ്യാനം ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ഉള്ളതായതുകൊണ്ട് നിരന്തരമായി അത് പഠിക്കുന്നവർക്ക് അത് സഹായമായിരിക്കുമല്ലോ എന്ന് കണ്ടാണ് ഞാൻ അത് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയത്തിനൊരു തലക്കെട്ടിട്ടാൽ കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് കർത്താവ് ട്രെയിൻ ചെയ്യുന്ന ഒരു വേദഭാഗമാണ്. അത് നമ്മൾക്കെല്ലാവർക്കും അത് അനുഗ്രഹമായി മാറട്ടെ. 9ാമത്തെ അധ്യായം ഇന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അടുത്ത ആഴ്ച നമുക്കത് തുടർന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഈ വേദഭാഗത്തിലേക്ക് നമ്മുടെ അതിൻ്റെ 1ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വേദഭാഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസിഷനാണ്. അവിടുത്തെ ശുശ്രൂഷയുടെ ഏകദേശം പകുതിയോളം സമയം കഴിഞ്ഞു. 10-18 മാസം കൂടെ കഴിഞ്ഞാൽ അവിടുന്ന് ക്രൂശിനെ അഭിമുഖീകരിക്കും. ഇത്രയും സമയം അവിടുന്ന് വ്യക്തിപരമായി പ്രസംഗിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തു. ഇതെല്ലാം അവിടുന്ന് തന്നെയാണ് ചെയ്യുന്നത്. ശിഷ്യന്മാർ കൂടെ ഉണ്ട്, എന്നാൽ അവര് ശുശ്രൂഷ ഏറ്റെടുത്തിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. ഒരു രാത്രി മുഴുവനും കർത്താവ് ഒരു മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിച്ച ശേഷം ധാരാളം ശിഷ്യന്മാരുണ്ട്. അവരിൽ നിന്നൊരു 12 പേരെ കർത്താവ് തെരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാരായി ഡെസിഗ്നേറ്റ് ചെയ്യുന്നു. ഈ 12 പേരെ കർത്താവ് ശുശ്രൂഷയ്ക്കായി ഒരുക്കേണ്ടത് ആവശ്യമാണ്. അവിടുന്ന് തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും, സ്വർഗാരോഹണം ചെയ്യും. അതിനുശേഷം വ്യാപകമായി ഇവർ കർത്താവിൽ നിന്ന് പഠിച്ച് ശുശ്രൂഷിക്കുവാനായി നിയോഗമേറ്റെടുത്ത് ലോക സുവിശേഷീകരണത്തിന് പോകേണ്ടവരാണ്.
9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഈ 12 പേരെ ഗലീലയിൽ മുഴുവനും ദൈവരാജ്യം പ്രസംഗിക്കുവാനായി അവരെ നിയോഗിക്കുന്ന ഒരു വേദഭാഗമാണ്. ഇതുവരെയും അവർ കാഴ്ചക്കാരാണ്, അവർ കർത്താവിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ മുതൽ അവർ പ്രസംഗികളായി കർത്താവ് നിയോഗിച്ചയക്കുന്ന ഇടങ്ങളിലെല്ലാം പോകുവാൻ നിയോഗിതരായിരിക്കുകയാണ്. അപ്പൊ ഇതിന് ഒരു ട്രെയിനിങ് ആവശ്യമാണ്. പിതാവ് വെച്ചിരിക്കുന്ന ആ സമയം കഴിഞ്ഞ് പാറ്റേൺ ഇവരിലേക്ക് കൈമാറി. ഇവരാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതുകൊണ്ട് ഇവരെ കർത്താവ് ട്രെയിൻ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. വളരെ സാധാരണക്കാരായ ആളുകളാണിവർ, 12 പേര്. അവർക്ക് മാനുഷികമായിട്ടുള്ള വലിയ ക്വാളിഫിക്കേഷൻസ് ഒന്നുമില്ലാത്തവരാണ്. ഇവരെയാണ് ലോക സുവിശേഷീകരണത്തിന് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. അത് സംബന്ധിച്ച് നമ്മൾ കുറച്ച് ചിന്തിച്ചിരുന്നതാണ്. ഇവരുടെ ഭക്തിയുടെയോ അസാധാരണ കഴിവിൻ്റെയോ വ്യക്തിപരമായ മികവിൻ്റെയോ വെളിച്ചത്തിലല്ല കർത്താവ് ഇവരെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവരെ കർത്താവ് തിരഞ്ഞെടുത്തു. അത് ദൈവത്തിൻ്റെ സർവാധിപത്യമാണ്. ലൂക്കോസ് പ്രത്യേകം ഊന്നൽ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തുകളിൽ. ഇവർ സാധാരണക്കാരാണ്, ഇവർക്ക് തിരുത്തലുകൾ, ശാസനകൾ ആവശ്യമുള്ളവരാണ് എന്നത് പലയിടത്ത് രേഖകളുണ്ട്. പ്രത്യേകിച്ച് 9-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങളിൽ നമുക്ക് തൽക്കാലം നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഞാൻ ആദ്യം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അവൻ 12 അടുക്കൽ വിളിച്ചു. ജീസസ് called them. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ജീസസ് gave them power and authority. He called them, he gave them. 2-ാം വാക്യം, ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുവാനും അവരെ അയച്ചു. ജീസസ് sent them out. അപ്പൊ 12 അടുക്കൽ വിളിച്ചു. അതായത് ഈ സാധാരണക്കാരായ 12 പേരെ കർത്താവ് തങ്കലേക്ക് തന്നെ അടുക്കൽ വിളിക്കുകയാണ്. ശക്തിയും അധികാരവും കൊടുത്തു. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെയും സൗഖ്യമാക്കാനുള്ള ശക്തിയും അധികാരം. ശക്തി ശുശ്രൂഷയ്ക്കുള്ള ആന്തരിക ബലം, കഴിവ്, അധികാരം, ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള അവകാശം കർത്താവ് അവർക്ക് കൈമാറുകയാണ്. എന്നിട്ട് അവരെ അയക്കുകയാണ് ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും. ഇവിടെ നിന്ന് 1-ാമത്തെ ചിന്ത, ഈ സാധാരണയിൽ സാധാരണക്കാരായ ശിഷ്യന്മാരെയാണ് കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നത്. എന്നാൽ അവർ തിരിച്ചറിയേണ്ടത് കർത്താവ് അവരെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയ്ക്ക് അവർക്ക് അവരിൽ തന്നെ ബലമില്ല. ഇത് അവര് മനസ്സിലാക്കി, നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തീയ ശിഷ്യത്വം പഠിക്കുകയും കർത്താവിൻ്റെ പിന്നാലെ സഞ്ചരിക്കുവാനായി സമർപ്പിക്കപ്പെട്ട നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം, നമുക്കും കർത്താവ് ശുശ്രൂഷകൾ നിയോഗിച്ചു തന്നിട്ടുണ്ട്. ദൈവത്തിന് തൃപ്തികരമാം വണ്ണം അത് നിവർത്തിക്കാനുള്ള ആത്മീക ശക്തി
നമുക്ക് നമ്മളിൽ തന്നെ ഇല്ല. യഥാർത്ഥ ശിഷ്യന്മാർ ഇത് തിരിച്ചറിയും, കർത്താവിൽ ശരണപ്പെടും. എത്ര ഗംഭീരമായ സെക്യുലർ വിദ്യാഭ്യാസമുണ്ടെങ്കിലും, അല്പം കൂടെ പറഞ്ഞാൽ എത്ര വലിയ ഡിഗ്രികൾ വേദശാസ്ത്രപരമായി ഉണ്ടെങ്കിലും, കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാഭാവിക പ്രാപ്തി ഉണ്ടെങ്കിലും, കഴിവുണ്ടെങ്കിലും, പണമുണ്ടെങ്കിലും, നമുക്ക് തൃപ്തികരമായി കർത്താവ് ഏൽപ്പിക്കുന്ന ആത്മിക ശുശ്രൂഷകൾ അവിടുത്തെ സാന്നിധ്യവും ശക്തിയും കൃപയും അധികാരവും കൂടാതെ നിർവഹിക്കാൻ കഴിയുകയില്ല. ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്. പണമുണ്ടെങ്കിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാമെന്നൊക്കെ ഒത്തിരി ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുന്നത് ശക്തിയും അധികാരവും അവർക്ക് ഡെലിഗേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അവർക്ക് അവരിൽ തന്നെ ഈ ടാസ്ക് നിർവഹിക്കുവാനുള്ള ആന്തരിക ആത്മിക കെൽപ്പ് അവർക്കില്ല. യോഹന്നാൻ 15:5 2 ഭാഗം നമുക്ക് മനഃപ്പാടമാണ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒന്നാമതായി കർത്താവിൻ്റെ കൂടെ നടക്കുകയും കർത്താവിൻ്റെ അനുയായികളായി മുന്നോട്ട് പോകാൻ സമർപ്പിക്കപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കാര്യം, പൂർണ്ണമായി സമ്പൂർണമായി കർത്താവിൽ ആശ്രയിക്കാത്ത ഒരാളിന് ശുശ്രൂഷിക്കാൻ കഴിയുകയില്ല. അവിടുന്നാണ് നമ്മളെ സജ്ജമാക്കേണ്ടത്. അധികാരവും ശക്തിയും അവിടുന്നാണ് തരേണ്ടത്. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ച ഓരോ ശുശ്രൂഷകളുണ്ട്. അത് തൃപ്തികരമായി നിർവഹിക്കുവാൻ അവിടുന്ന് നമ്മളെ ശക്തീകരിക്കണം. ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇവർക്ക് ബാറ്റൺ കൈമാറി ഈ ശുശ്രൂഷ ഇവരേറ്റെടുത്ത് നടത്താനുള്ള ഒരു ട്രെയിനിങ് ആണ്. ക്രൂശീകരണത്തിന് ശേഷം അവിടെ നടക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കും, സ്വർഗാരോഹണം ചെയ്യും. എന്നിട്ട് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി ഇവരുടെ മേൽ പകരും. അങ്ങനെയാണ് പിന്നെ ലോക സുവിശേഷീകരണത്തിന് ഇവർ കടന്നു പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ചിന്തയ്ക്കായി ഒരു കാര്യം ഒന്ന് ഓർപ്പിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദികളിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞു. എന്നിട്ടാണ് സ്വർഗാരോഹണം ചെയ്യുന്നത്. ലൂക്കോസ് 24:49 നമ്മൾ കഴിഞ്ഞ നമ്മുടെ ചിന്തയിൽ ശ്രദ്ധിച്ചതാണ്. ഗ്രേറ്റ് കമ്മീഷൻ കർത്താവ് കൊടുത്തിട്ട് പറയുന്നത്, യെരുശലേം വിട്ടു പോകരുത്, ആത്മാവ് നിങ്ങളുടെ മേൽ വരും. അപ്പൊ ഇവിടെ എങ്ങനെയാ ഇവർ ശുശ്രൂഷിക്കുന്നത്? ഈ ശക്തിയും അധികാരവും. പെന്തക്കോസ്ത് ദിവസം ആത്മാവ് അവരുടെ മേൽ വന്നു, അവര് ശക്തമായി ശുശ്രൂഷിക്കുന്നതിന്റെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നത്. ഇവിടെ അധികാരവും ശക്തിയും കർത്താവ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, this was an extension of the ministry of Jesus Christ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഒരു എക്സ്റ്റൻഷനായി അവർക്ക് ഈ പവർ ആൻഡ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുകയാണ്. ആ നിലയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശക്തിയും അധികാരവും ഇവർക്ക് കൈമാറുന്നു. ഇവരിൽ വെളിപ്പെടുന്ന ശുശ്രൂഷകൾ, അതിൻ്റെ സ്വഭാവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട അതേ കാര്യങ്ങളാണ്. ശക്തിയോടെ കർത്താവ് ശുശ്രൂഷിക്കുന്ന ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം നമ്മളുടെ പഴയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു.
എന്നാലും നിങ്ങളുടെ ഓർമ്മയൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14-15 വാക്യത്തിൽ ഗലീലയിലെ ശുശ്രൂഷയുടെ ആരംഭം, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. ജീസസ് മിനിസ്റ്റേർഡ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമുക്കറിയാം 3-ാം അധ്യായത്തിന്റെ 21-22 വാക്യത്തിലൊക്കെ അവിടുന്ന് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനം ഏറ്റ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവിടുത്തെ മേൽ വന്നു. ഹി വാസ് അനോയിന്റഡ് ഫോർ ദ മിനിസ്ട്രി. അത് കഴിഞ്ഞാണ് നമ്മൾ ഇത് വായിക്കുന്നത്. ഇതിനിടയ്ക്ക് പല കാര്യങ്ങളുണ്ടായി, നമ്മൾ അതൊക്കെ ചിന്തിച്ചവരാണ്, അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. 40 ദിവസം മരുഭൂമിയിലെ പോരാട്ടം നടന്നു. ഏകദേശം 1 വർഷത്തോളം യഹൂദിയയിലെ മിനിസ്ട്രി ഉണ്ട്. അത് കഴിഞ്ഞ് ഗാലീലിയൻ മിനിസ്ട്രിയുടെ ആരംഭമാണ് ഞാൻ ഈ ലൂക്ക് 4:14-15 ഞാൻ വായിച്ചത്. നസ്രേത്ത് പള്ളിയിൽ കർത്താവിന്റെ മാതൃ സിനഗോഗിൽ അവിടുന്ന് ചെന്നു. യെശയ്യാ പ്രവാചകന്റെ ചുരുള് അവിടത്തേക്ക് കൊടുത്തു. അവിടുന്ന് വിടർത്തി വായിക്കുന്ന വേദഭാഗം മെസ്സിയാനിക് പാസേജാണ്. നമ്മൾ അതും ചിന്തിച്ചിട്ടുള്ളവരാണ്. 4-ാം അധ്യായത്തിന് 18-19 വാക്യം, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഇതുപോലെ 4-ാം അധ്യായത്തിന്റെ 36-ൽ കഫർനഹൂമിലെ ഒരു സിനഗോഗിൽ അവിടുന്ന് പ്രസംഗിക്കുക മാത്രമല്ല, ഭൂതത്തെ പുറത്താക്കുന്നു. എന്നിട്ട് ആളുകൾ ഇത് കണ്ടവർ പ്രതികരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനം എന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ട് പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ശുശ്രൂഷയാണ് കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഈ 12 പേർക്ക് ഡെലിഗേറ്റ് ചെയ്തത്. അല്ലാതെ ഇതിൽ താണ ഒരു കാര്യമല്ല. പവർ ആൻഡ് അതോറിറ്റി ടു ദി സെലക്റ്റഡ് 12 അപ്പോസ്റ്റൽസ്. എന്നിട്ട് 2-ാം വാക്യം ഒരു പർപ്പസ് സ്റ്റേറ്റ്മെന്റ് പോലാണ്. ദൈവരാജ്യം പ്രസംഗിക്കാൻ, ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാൻ. അപ്പൊ ഇതാണ് ഈ ശക്തിയും അധികാരവും കൈമാറിയതിന്റെ ഉദ്ദേശം. മെയിൻ കാര്യം കിങ്ഡം ഓഫ് ഗോഡ് പ്രഘോഷിക്കപ്പെടണം. പ്രഘോഷണത്തോട് ചേർന്ന് അറ്റസ്റ്റ് ചെയ്യുന്ന മിറക്കിൾ ശുശ്രൂഷയും ഉണ്ടാകണം. ഈ ഒരൊറ്റ പർപ്പസാണ്. ദൈവരാജ്യം പ്രസംഗിക്കപ്പെടണം, രോഗികളെ സൗഖ്യമാക്കണം. ഇപ്പൊ സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ഇതിനകത്തുണ്ട്. കാരണം ആളുകള് കാണണം, കേൾക്കണം, എന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കണം. അപ്പൊ ആത്മീക ശക്തിയും ഈ ആത്മീക ദൂതും തമ്മിൽ കണക്ട് ചെയ്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാത്തതാണ് ചിലരുടെ പ്രശ്നം. 1-2 രോഗികളെ സൗഖ്യമാക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട വിഷയം. സന്ദേശം പറഞ്ഞിട്ട് അത് വാലിഡേറ്റ് ചെയ്യുന്ന, ടെസ്റ്റ് ചെയ്യുന്ന ആത്മാവിന്റെ നടത്തിപ്പിൽ ആത്മാവിന്റെ ശക്തിയോടുകൂടെ ചില അടയാളങ്ങളും നടത്തണം എന്നതാണ് കർത്താവർക്ക് കൊടുക്കുന്ന നിയോഗം. അവിടെ പ്രസംഗിക്കണം എന്നുള്ളത് ഞാൻ ആ വാക്ക് പറഞ്ഞല്ലോ, നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. ദൈവരാജ്യം പ്രസംഗിപ്പാനും ആ വാക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ എൻ്റെ ഈ ടോക്കുകളിലെല്ലാം ഞാൻ ആ കാര്യം ഊന്നാറുണ്ട്. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. പല ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നത് പ്രസംഗത്തിൽ വലിയ കാര്യമില്ലെന്ന്.
പ്രിയരെ, കൃപയുടെ സന്ദേശം അന്നും ഇന്നും എപ്പോഴും ദൈവം വാക്കുകളിൽ, പ്രസംഗത്തിലാണ് ഈ കൃപയുടെ സന്ദേശം ആളുകൾക്ക് കൈമാറുന്നത്. അത് വേണ്ട എന്ന് നമ്മൾ പറയുമ്പോൾ രോഗികൾ സൗഖ്യമായാൽ മതി. ഓക്കെ, രോഗികൾ സൗഖ്യമായി കഴിഞ്ഞ് രോഗി സൗഖ്യമായ ആള് സന്ദേശം ഉൾക്കൊണ്ടതിൽ വിശ്വസിച്ചില്ലെങ്കിൽ സൗഖ്യം പ്രാപിച്ചേച്ച് നരകത്തിൽ പോകും. അത്രയേ ഉള്ളൂ കാര്യം, പച്ചയ്ക്ക് പറഞ്ഞാൽ. ഇതെന്തോ ഒരു ഇളക്കപ്പെരുപ്പത്തിൽ വന്നു പോകുന്ന ആശയമാണ്. ഇതേതെങ്കിലും അറിയപ്പെട്ട ഒരാൾ പറയുമ്പോൾ അസ്ഥിരരായ ആളുകൾ അതിനകത്ത് ചാഞ്ഞു പോകും. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ രോഗസൗഖ്യത്തിന് സ്ഥാനമില്ലെന്നല്ല. പ്രസംഗം വാലിഡേറ്റ് ചെയ്യാൻ, അറ്റസ്റ്റ് ചെയ്യാൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ അത്ഭുതം നടന്നു. കർത്താവ് ശക്തിയും അധികാരവും ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് ഗലീലയിൽ എല്ലാവരും ശുശ്രൂഷിക്കണമെന്ന് പറയുമ്പോൾ രോഗസൗഖ്യം കർത്താവ് പ്രതീക്ഷിച്ചു, അതിന് തർക്കമില്ല. പക്ഷെ സന്ദേശം കൂടാതെയുള്ള ഒരു മിറക്കിൾ മിനിസ്ട്രി അല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഈ പണ്ട് കാലത്തെ, ഇന്നത്തെ ഈ ഡിജിറ്റൽ മീഡിയ പോലെയല്ല. സന്ദേശവാഹകർ ഒരു രാജാവിന്റെ സന്ദേശം പബ്ലിക് സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ട് അത്യുച്ചത്തിൽ പ്രഘോഷിക്കുന്നത് പോലെ പ്രഘോഷിക്കപ്പെടേണ്ടതാണ് ദൈവരാജ്യത്തിന്റെ സന്ദേശം. അതാണ് പ്രസംഗം എന്ന ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും അവിടുത്തെ രക്ഷയുടെ സന്ദേശം, ഇതേ കാര്യങ്ങൾ നമ്മളൊന്ന് ചേർത്ത് പഠിച്ചാൽ മർക്കോസ് 6:12 അവർ മാനസാന്തരം പ്രസംഗിച്ചെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം, മാനസാന്തരവും വിശ്വാസവും ഒരുമിച്ച് പോകുന്നതാ. യോഹന്നാൻ 1:12-13 വാക്യത്തിൽ വിശ്വാസത്തിന് ഊന്നൽ കൊടുത്ത് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ അവരുടെ സന്ദേശത്തിന്റെ ഭാഗമായിരുന്നു. ഇതെല്ലാം കർത്താവിന്റെ മാതൃകയിലാണ് നമ്മൾ കാണുന്നത്. ലൂക്കോസ് 4 ചില വാക്യങ്ങൾ ഞാൻ വായിച്ചല്ലോ, 4:43 ശ്രദ്ധിച്ചാൽ, അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷീകരിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവായ യേശുക്രിസ്തു പോലും കേവലം ഒരു ഹീലറോ കേവലം 2-3 ഭൂതങ്ങളെ പുറത്താക്കുന്നവനായിട്ട് മാത്രമല്ല. സന്ദേശം ദൈവരാജ്യത്തിൻ്റെത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിതാവാം ദൈവം പുത്രനെ അയച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ദൈവത്തിന്റെ ഭരണം പ്രസംഗിക്കുവാനാണ്. അതോട് ചേർന്നാണ് ദൈവരാജ്യത്തിൽ ആ രാജ്യത്തിന്റെ ശക്തി തെളിയിക്കുന്ന ക്രിയകളും നടന്നത്. അപ്പൊ ഇതൊക്കെ ഈ സമയം വരെ ശിഷ്യന്മാർ കർത്താവിന്റെ കൂടെ ഇരുന്ന് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തവരാണ് ഈ 9-ാം അധ്യായത്തിൽ ഈ നിയോഗം പ്രാപിക്കുന്നത്. നിങ്ങൾ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 2-ന്റെ ആദ്യ ഭാഗവും ഒന്ന് വായിച്ചാൽ, അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷീകരിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. 2-ാം വാക്യം, അവനോടുകൂടെ 12 അപ്പൊ അവരന്ന് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുകയാണ്. ഇതാണ് അവരുടെ ശുശ്രൂഷയിൽ ആവർത്തിക്കേണ്ടത്. കർത്താവിൽ നിന്ന് കർത്താവിന്റെ എക്സാമ്പിള് അവർ പഠിക്കുകയാണ്. ഇതേ സന്ദേശം ആണ് കർത്താവ് അവർക്ക് കൈമാറുന്നത്. ദൈവരാജ്യം പ്രസംഗിക്കുക. കർത്താവ് പ്രസംഗിച്ചത് ദൈവത്തിന്റെ രാജ്യമാണ്. ഇപ്പോൾ ആത്മാവിന്റെ ശക്തിയോടെ ശിഷ്യന്മാരും പോയി പ്രസംഗിക്കേണ്ടത് അത് തന്നെയാണ്. പ്രസംഗിക്കുക മാത്രമല്ല, രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യണം. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തെ കൊണ്ടുവന്നു. ദൈവത്തിന്റെ ഭരണം കർത്താവിൽ കാണാൻ കർത്താവ് വന്നപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾ കഷ്ടതയിലാണ്, ദുഷ്ടന്റെ ആധിപത്യത്തിലാണ്, രോഗികളാണ്. അപ്പൊ കർത്താവിന്റെ സന്ദേശം അറിയിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ആളുകൾക്ക് നന്മയാണ് ഉണ്ടാകുന്നത് എന്ന വിലപ്പെട്ട സന്ദേശമാണ്.
ഈ ശുശ്രൂഷകളെല്ലാം ആളുകളുടെ അനുഗ്രഹത്തിനും നന്മയ്ക്കുമാ. ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വരുവാനാണ് ആഹ്വാനം. ദൈവഭരണത്തിന്റെ ശക്തിയാണ് കർത്താവ് പ്രദർശിപ്പിച്ചത്. ഇതാണ് ഇവർക്കും ആഹ്വാനം കൊടുക്കുന്നത്. ഇപ്പോൾ കർത്താവ് ഇവർക്ക് ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കൈമാറുകയാണ്. അവര് മെസ്സേജ് കേൾക്കണം, ദൈവരാജ്യത്തിന്റെ ശക്തി അവരനുഭവിക്കണം. ശരിക്കും ഇന്ന് പുതിയ നിയമസഭയിൽ ഇത് തന്നെയല്ലേ ഉണ്ടാകേണ്ടത്? നമ്മുടെ ഇവാഞ്ചലിസ്റ്റിക് മീറ്റിങ്ങുകളിലൊക്കെ സന്ദേശം ഉറപ്പായിട്ട് പറയണം. ഇത് ചില സമയത്ത് സന്ദേശം പറയാൻ കഴിയാത്തതുപോലെ ആരാധന വെളിപ്പെട്ടു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. സന്ദേശം ഉറപ്പായി ഉണ്ടാകണം. അതിനുശേഷം കഷ്ടതയുള്ള പ്രശ്നത്തിലായിരിക്കുന്നവർക്ക് അധികാരവും ശക്തിയും ഏറ്റെടുത്ത ഉൾക്കൊണ്ട ആളുകൾ അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ശക്തിയുടെ ആ കൃപ അവരിൽ വ്യാപരിക്കണം. ഇവാഞ്ചലിസ്റ്റിക് മെസ്സേജുകളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഈ അടയാളങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്കത് പ്രോത്സാഹനമാണ്. ദൈവസഭ അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. സന്ദേശത്തിൽ മനുഷ്യന്റെ പാപം, അവനെങ്ങനെ പാപത്തിൽ നിന്ന് ആത്മരക്ഷ കിട്ടും, എങ്ങനെ പാപമോചനം കിട്ടും എന്നിത്യാദി കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ നമ്മുടെ ധ്യാനത്തിൽ നമ്മൾ പറഞ്ഞതാ, മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കണമെന്നാണ് കർത്താവ് അവരോട് പറഞ്ഞ മഹാനിയോഗം. അതിനോട് ചേർന്ന് രോഗികളും സൗഖ്യമാകുവാനുള്ള അധികാരവും ശക്തിയുമാണ് അവർക്ക് കർത്താവ് കൈമാറുന്നത്. ഇത് ആദ്യത്തെ 2 വാക്യങ്ങളാണ്. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും ശിഷ്യന്മാരെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ശുശ്രൂഷയ്ക്ക് പോകുന്നവർ അടിവരയിട്ട് പഠിക്കേണ്ട പാഠങ്ങളാണ്. ഈ 9-ാമത്തെ അധ്യായം ശിഷ്യത്വ പാഠത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട പാഠമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അധികാരവും ശക്തിയും ഉള്ളവരാണ് ശുശ്രൂഷകൾക്ക് പോകേണ്ടത്. അവർക്ക് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങൾ, പ്രായോഗിക നിർദ്ദേശങ്ങൾ നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയും. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. കർത്താവ് അവർക്ക് ശക്തിയും അധികാരവും കൊടുക്കുന്നു എങ്കിലും ചില റിസ്ട്രിക്ഷൻസ് അവർക്ക് കൊടുക്കുന്നു. 3-ാം വാക്യം, വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും അരുത്. എന്താ അപ്പം അതെന്താണ് അങ്ങനെ? ഓക്കെ, ഞാൻ പിന്നീട് അത് പറയാം. ഇതവർക്ക് ഈ ട്രെയിനിങ്ങിൽ കൊടുത്ത ഒരു താൽക്കാലിക നിർദ്ദേശമാണ്. എന്നാൽ ഇതിനകത്തെ സന്ദേശം എന്ന് പറയുന്നത്, ശുശ്രൂഷയ്ക്ക് പോകുന്നവർ പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. വഴിക്ക് വടിയും, ഈ വടി അത് നടക്കാനുള്ള ഒരു വാക്കിംഗ് സ്റ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഇസ്രായേലിൽ അവർ നടന്നു പോകുന്ന ഈ പാതകളൊക്കെ വളരെ മോശപ്പെട്ട പാതകളാണ്. അത് മാത്രമല്ല, ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ വടി. മർക്കോസിന്റെ സുവിശേഷം 6:8 നിങ്ങൾ പരിശോധിച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ഞാനത് വായിക്കാം. അവർ വഴിക്ക് വടി അല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്, ചെരുപ്പ് ഇട്ടുകൊള്ളാം. അപ്പൊ ഇവിടെ പറയുന്നു വടി അരുത്, മർക്കോസിൽ പറയുന്നു വടി അല്ലാതെ ഒന്നും എടുക്കരുത്.
അപ്പൊ അത് ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങളോട് പറയാം. എക്സ്ട്രാ ഒരു വടി എടുക്കരുത് എന്ന അർത്ഥത്തിൽ ആണ് നമ്മളത് ഗ്രഹിക്കേണ്ടത്. കാരണം ആ വാക്യത്തിന്റെ അവസാനം 2 ഉടുപ്പും അരുത് എന്ന് പറയുന്നത് പോലെ എക്സ്ട്രാ ഒരു സ്റ്റാഫ് അരുത് എന്ന അർത്ഥത്തിലാണ് നമ്മളത് ഗ്രഹിക്കേണ്ടത്. രണ്ടാമത്, പൊക്കണം എടുക്കരുത്. ഇതാണ് ഈ പൊക്കണം. ഇത് ഈ ഇറ്റിനറന്റ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് പണം കളക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാഗാണ്. അതെടുക്കരുതെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം രോഗി സൗഖ്യമാകും, ഭൂതം വിട്ടുപോകും, കാശെല്ലാം കൂടെ സമാഹരിക്കരുത് എന്ന അർത്ഥം കൂടെ ഉൾക്കൊള്ളണം. ഇതിപ്പോ നമ്മൾ പറഞ്ഞാല് ഇത് ആളുകൾ ഏറ്റെടുക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ശുശ്രൂഷ ഉള്ളത്, ശുശ്രൂഷ തന്നിരിക്കുന്നത് കാശുണ്ടാക്കാനാണെന്നാ. അല്ല എന്റെ പ്രിയരെ, അല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ടാണ് എനിക്കത് തോന്നുന്നത്. സ്തോത്രം. അപ്പൊ ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ ഉണ്ടായിരുന്നു. ഇതൊരു കളക്ഷൻ ഓഫ് മണി, ഒരു ആദായ മാർഗമല്ല. അതിന്റെ അർത്ഥം ഒരു വീട്ടിൽ ചെല്ലുന്നു, ഭക്ഷണം തരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിലക്കി എന്ന അർത്ഥമല്ല. ഇതൊരു ആദായ മാർഗമല്ല ശുശ്രൂഷ. ഇത് ശിഷ്യത്വ പാഠമാണ്. ശിഷ്യന്മാർക്ക് ശുശ്രൂഷ കൈമാറുമ്പോൾ കൊടുക്കുന്ന അടിയന്തര നിർദ്ദേശമാണ്. ഞാൻ എടുത്തു പറയുന്നു, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് വേറൊരു വാക്യം വായിക്കാം. ഇത് അവരുടെ ആ സമയത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് മനസ്സിലാക്കണം. അപ്പവും പണവും ഒന്നും എടുക്കരുത്. ബ്രെഡ്, മണി ഒന്നും അരുത്. 2 ഉടുപ്പരുത്. ഇതിന്റെ എല്ലാം ആശയം എന്താ? ടോട്ടലി ഡിപ്പെൻഡ് ഓൺ ദ ലോർഡ്. അയക്കുന്ന കർത്താവ് പ്രൊവൈഡ് ചെയ്യാൻ മതിയായവനാണ്. ശുശ്രൂഷയ്ക്കുള്ള ആത്മശക്തിയും അധികാരവും കർത്താവിൽ നിന്നാണ്. ദൈനംദിന ആവശ്യവും കർത്താവ് നോക്കിക്കൊള്ളും എന്ന ആശയമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അപ്പൊ സമ്പൂർണമായി ശിഷ്യന്മാർ കർത്താവിൽ ശുശ്രൂഷയിൽ ആശ്രയിക്കണം എന്നതാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം അടിസ്ഥാനപരമായി പോലും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ കർത്താവ് വിലക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇതാ: ദ ലോർഡ് വിൽ പ്രൊവൈഡ്, ട്രസ്റ്റ് ഹിം ടോട്ടലി. അത് എല്ലാം കരുതിക്കൂട്ടി ഒന്നുമല്ല. കർത്താവാണ് അയക്കുന്നതെങ്കിൽ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യാൻ വിശ്വസ്തനാണ്. ഹാർഡ് ടീച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇത് ദൈവത്തിന്റെ വചനമാണ്. എന്നാൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ആ ഭാഗത്തിലേക്ക് ഞാൻ വരാം. ഞാനൊരു സൂചന തന്നിരുന്നു. ഇത് ഒരു താൽക്കാലിക ഇൻസ്ട്രക്ഷൻ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 12 പേരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. നമ്മൾ അതിൽ അന്തർലീനമായി കിടക്കുന്ന ആശയം ഉൾക്കൊള്ളണം. എന്നാൽ ഇത് എപ്പോഴും ഇങ്ങനെയാകണം എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചില സൂചനകൾ തരാം. ലൂക്കോസിന്റെ 22:35 പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവുമുണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവുണ്ടായില്ല എന്ന് അവർ പറഞ്ഞു. 36-ാം വാക്യം, ഫ്യൂച്ചർ മിനിസ്ട്രിക്കുള്ള പാറ്റേൺ. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലയിലുള്ളവൻ അത് എടുക്കട്ടെ, അവണം തന്നെ പൊക്കണവും ഉള്ളവനും ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ.
അപ്പൊ ആദ്യത്തെ ഈ ട്രെയിനിങ് മിഷനിൽ വളരെ കട്ടിയായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് അവർക്ക് കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്യുന്നത്. അതിന്റെ ഉദ്ദേശം ഞാൻ ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ ഈ അപ്പോസ്തലന്മാർ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് 36 വാക്യം 22 അധ്യായത്തിന് 36 ആ ഫ്യൂച്ചർ മിനിസ്ട്രിക്ക് ഉള്ള നിർദ്ദേശങ്ങളായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പൊ അവിടെ പിന്നെയും പ്രശ്നം എന്താണ്? പ്രശ്നം തൻ്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ. ചിലർക്ക് ഇനി അത് മതി പ്രശ്നമാകാൻ, അല്ലേ? അപ്പൊ ഞാനത് മനസ്സിലാക്കുന്നത് പറയാം. ഇത് മെറ്റഫോറിക്കൽ ലാംഗ്വേജാണ്. അക്ഷരാർത്ഥത്തിൽ കഠാരയോടെ എടുക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളിൽ ഒരാൾ ചോദിക്കുക, ഭാഷക്ക് അതെങ്ങനെ അറിയാം? എന്റെ ന്യായം ഞാൻ പറയാം. അടുത്ത 2 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ, അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവൃത്തി വരണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവൃത്തി വരുന്നു എന്ന് പറഞ്ഞു. കർത്താവേ, ഇവിടെ 2 വാളുണ്ട് എന്ന് അവർ പറഞ്ഞതിന് ഇനിയത്തെ ടോണാണ് നമ്മൾ മനസ്സിലാകേണ്ടത്. എങ്ങനെ നമ്മളത് വായിക്കും? മതി എന്ന് അവൻ അവരോട് പറഞ്ഞു. ആ മതി എന്ന് നമ്മൾ എങ്ങനെ വായിക്കും? ഞാനത് വായിക്കുന്നത് മതി മതി, കൂടുതലൊന്നും ആ കാര്യം സംസാരിക്കണ്ട എന്നാണ് വായിക്കേണ്ടത്. 2 ഉള്ളു, അത് മതിയടാ, അത് മതി എന്നല്ല കേട്ടോ. അല്ല, അങ്ങനെ മാസ്റ്റർ വായിക്കാൻ കാര്യം എന്താ? അതിന് ന്യായം ഞാൻ പറയാം. 22 അധ്യായത്തിൽ തന്നെ 51 വാക്യത്തിൽ പത്രോസ് ഒരു പ്രയോഗം നടത്തി. മഹാപുരോഹിതന്റെ ആ ചേവകന്റെ ഒന്ന് വെട്ടി. കർത്താവ് എന്താ പറഞ്ഞത്? കൊള്ളാം എന്നാണോ? കർത്താവ് പത്രോസിനെ ശാസിക്കുകയും ആ കാത് സൗഖ്യമാക്കുകയും ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചർ മിനിസ്ട്രിക്കും സംരക്ഷണവും കർത്താവാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് ഇത്രയും വിശദീകരിക്കാൻ കാരണം, 9 അധ്യായത്തിൽ അത് നമ്മൾ ഏറ്റെടുക്കണം. പക്ഷേ നമ്മൾ 22 വരുമ്പോൾ ആ ഫ്യൂച്ചർ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലും നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കണം. മിനിസ്ട്രിക്കുള്ള പവറും അധികാരം നമ്മളിൽ തന്നെ ഇല്ല. വി ഹാവ് ടു റിസീവ് ഇറ്റ് ഫ്രം ദ ലോർഡ്. 2, എന്റെ ദൈനംദിന ആവശ്യം മിനിസ്ട്രിക്കുള്ളത് ഫ്രം ദ ലോർഡ്. എന്റെ സംരക്ഷണം ഞാൻ കർത്താവ് പറയുന്നിടത്ത് പോകുമ്പോൾ ഫ്രം ദ ലോർഡ്. ശിഷ്യൻ പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കണം എന്ന ആശയമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളേണ്ടത് പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കണം. പിതാവാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച ജീസസിനെ പോലെയാണ് ജീസസിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ ശുശ്രൂഷിക്കേണ്ടത്. ഈ പാഠമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ആദ്യത്തെ ആ നിർദ്ദേശങ്ങളിൽ വളരെ കർക്കശമായ ചില നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ആശയം ഇതാണ്: ട്രസ്റ്റ് ദ വൺ ഹു ഇസ് സെൻഡിങ് യു, കമ്മീഷനിങ് യു. പ്രൈസ് ദി ലോർഡ്. കാലം ഒത്തിരി മാറിപ്പോയി. ഇതൊക്കെ ഇപ്പൊ ഉൾക്കൊള്ളുവാൻ വളരെ ബുദ്ധിമുട്ടും പ്രയാസവുമുള്ള കാലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. പക്ഷേ ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് അൺചേഞ്ചിങ്. ഞാൻ ഒരു വാക്ക് മാത്രം പറഞ്ഞ ഭാഗം വിടാം. പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നതെങ്കിൽ, കർത്താവാണ് നിയോഗിച്ചതെങ്കിൽ, ദൈനംദിന ആവശ്യങ്ങൾക്ക് ദൈവം പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് തിരുവെഴുത്ത് പറയുന്നു.
എൻ്റെ അനുഭവ സാക്ഷ്യമാണത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഇപ്പോൾ സമയമെടുക്കുന്നില്ല. ഓരോറ്റ മനുഷ്യരോട് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ട കാര്യം നമുക്കില്ല. അപ്പൊ എങ്ങനെയാ പാസ്റ്റർക്ക് ഇങ്ങനെ എന്താ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ നൂലെ കെട്ടി ഇറക്കുകയാണോ? മനുഷ്യരിലൂടെ ആ കർത്താവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന. പിന്നെ ഞാൻ ഈ ഭാഗം വിടുമ്പോൾ എൻ്റെ ആവേശത്തിൽ ഒരു കാര്യം പറയാം. വേണ്ടി വന്നാൽ നൂലെ കെട്ടി ഇറക്കും. ആ, സ്തോത്രം. അപ്പൊ ഈ കാലഘട്ടത്തിലും എൻ്റെ കേൾവിക്കാരായ സഹോദരി സഹോദരന്മാർ, കർത്തദാസന്മാർ, ഞാന് വളരെ താഴ്മയോടെയും ദൈവസ്നേഹത്തിലും തിരുവെഴുത്തിനോട് ഒരു മായവും ചേർക്കാതെ, വെള്ളം ചേർക്കാതെ എനിക്ക് പറയാനുള്ളത്, പതറരുത്. ശുശ്രൂഷ കർത്താവിൻ്റെതാണെങ്കിൽ, കർത്താവാണ് നിയോഗിച്ചതെങ്കിൽ, he will provide at the right time and he will protect from all evil. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകും. ദൈവമാണ് സംരക്ഷകൻ, ദൈവമാണ് കരുതുന്നവൻ. ഇത് രുചിച്ചറിയാൻ കഴിയും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലര് തന്നെ ഇത് രുചിച്ചറിഞ്ഞവരല്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാലം മാറി, കാലഘട്ടം ഒത്തിരി മാറി. വചനത്തിന് മാറ്റമില്ല, കർത്താവിന്റെ നിർദ്ദേശങ്ങൾക്ക് മാറ്റമില്ല. God is unchanging. 4-ാം വാക്യത്തിൽ, 4-5 വാക്യത്തിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ കൈക്കൊള്ളുന്നവരുണ്ട്, കൈക്കൊള്ളാത്തവരുണ്ട്. അതൊക്കെ കർത്താവ് എത്ര ക്ലിയർ കട്ടായിട്ടാണ് അവരോട് പറയുന്നത്. ശക്തിയുണ്ട്, നിങ്ങൾക്ക് അധികാരമുണ്ട്, പ്രസംഗിക്കണം, രോഗികളെ സൗഖ്യമാക്കണം. സ്വീകരിക്കുന്നവരുണ്ട്, സ്വീകരിക്കാത്തവരുമുണ്ട്. And we have all experienced this. 4-ാം വാക്യം, നിങ്ങൾ ഏത് വീട്ടിൽ എങ്കിലും ചെന്നാൽ അവിടം വിട്ടു പോകും വരെ അവിടെ തന്നെ പാർപ്പി. അന്നത്തെ കാലത്ത് ഈ ഹോട്ടലും ഒന്നും അല്ല, വീടുകളിലൊക്കെ താമസിക്കുക. ഇന്നും ചിലയിടത്തൊക്കെ വീട്ടിൽ താമസിക്കുകയാണെ ചിലർക്കാൻ വെപ്രാളമായി ഇങ്ങനെ ഓടി നടക്കുന്നവരുണ്ട്. ഇന്നിവിടെ, നാളെ അവിടെ, മറ്റന്നാൾ അവിടെ, അങ്ങനെയൊക്കെ. അപ്പൊ ഇവിടുത്തെ നിർദ്ദേശം ഇതാണ്. ഈ ദുരുപദേശകര് പലരും ഇങ്ങനെയുള്ള പ്രവണത ഉണ്ടായിരുന്നവരാകാനാണ് സാധ്യത. കാരണം ഓരോ വീട്ടിൽ കയറി താമസിച്ച് ചരക്കിറക്കി പണം പിടിച്ചെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ട്രൂ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്. അവരെ കൈക്കൊള്ളുന്ന വീട്ടിൽ അവിടെ പാർക്കുക എന്നുള്ള നിർദ്ദേശമാണ്. അപ്പൊ ഇത് അപ്പോസ്തലന്മാർക്ക് അന്ന് കൊടുത്തു. ഇത് അവരുടെ കാലശേഷം കർത്തൃവേലയിലായിരിക്കുന്ന നമുക്കൊക്കെ പിൻപറ്റുവാൻ നല്ല ഒരു മാതൃക ആണ്. പക്ഷെ ഞാൻ ചെന്നിടത്തെ അവിടെ ഒരു ഗുണമില്ല. ജോർജിച്ചാന്റെ വീട്ടിലൊരു ഗുണമില്ല. മത്തായിക്കുട്ടിച്ചാന്റെ വീട് ഗംഭീരമാണ്, നമുക്ക് അങ്ങോട്ടങ്ങ് മാറിയാലോ. ബി സാറ്റിസ്ഫൈഡ് ഇൻ ദ സർക്കംസ്റ്റൻസസ്. കേട്ടോ, കർത്താവ് കൊണ്ടെത്തിച്ചെടുത്ത്, കർത്താവ് നമുക്ക് അനുകൂലമായി തന്നെടുത്ത്, നടത്തിയെടുത്ത്, എത്ര പരിമിതപ്പെട്ടതാണെങ്കിലും നമ്മൾ അതിൽ സന്തോഷിക്കുക. കഷ്ടതയും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നവരുടെ ശുശ്രൂഷിക്കുമ്പോൾ അവരെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? അവരുടെ കെയർ ഓഫിൽ ബാങ്ക് ബാലൻസ് വളർത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തരുത്.
സ്തോത്രം. ചെല്ലുന്നയിടത്ത് ബി ഹാപ്പി. 5-ാം വാക്യത്തിൽ സ്വാഗതം ചെയ്യാത്ത ആളുകളുണ്ട്. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളവീൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചത് ഇവരും അനുഭവിക്കും. എത്രയോ ആളുകൾ അവിടുത്തെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കണ്ടിട്ടും കേട്ടിട്ടും അവർ വളരെ ഹോസ്റ്റൈൽ ആയിരുന്നിട്ടുണ്ട്. ഇത് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാർക്കും ഉണ്ടാകും. അപ്പൊ കാലയിലെ പൊടി തട്ടുക എന്നുള്ള ആശയം യഹൂദന്മാർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ധാരാളം യാത്ര ചെയ്യുന്ന യഹൂദന്മാര് ഈ ജാതീയ സ്ഥലങ്ങളിലൂടെ അവര് കടന്നുപോയി അവരെന്നിട്ട് അവരുടെ പട്ടണത്തിലെത്തുമ്പോൾ കാലയിലെ പൊടി തട്ടുക, വസ്ത്രത്തിൽ നിന്ന് പൊടി തട്ടുക, ഇതൊക്കെ പതിവുള്ള കാര്യമാണ്. കാരണം എന്താ? ദൈവമില്ലാത്തവന്റെ ഒക്കെ കാര്യം. നമ്മൾ ദൈവമുള്ളവരും ഉടമ്പടി ബന്ധത്തിൽ നിൽക്കുന്നവരാ, അവൻ്റെയൊക്കെ ആ ഡിഫൈൽമെന്റ്, അശുദ്ധി നമ്മളെ പറ്റാതിരിക്കാൻ തട്ടിക്കളയുന്ന ഒരു പ്രവണത അവരുടെ ഇടയിലുണ്ട്. അപ്പോൾ കർത്താവ് ഇപ്പോൾ പറയുന്നത് ജാതിക ആളുകളിലേക്ക് പോകുമ്പോഴല്ല, യഹൂദന്റെ അടുക്കൽ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനകത്തെ ആശയം നിങ്ങൾക്ക് മനസ്സിലാകണം. ഞങ്ങൾ പറയുന്ന ഈ സന്ദേശം ഉൾക്കൊള്ളുമ്പോഴാണ് നിങ്ങൾ ശുദ്ധരാകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അശുദ്ധരാണ് എന്ന് അവർക്ക് യഹൂദന് ബോധ്യം വരണം. കാരണം ഇപ്പോൾ അവർ ജാതികളുടെ ഇടയിലേക്കല്ല പോകുന്നത്, യഹൂദന്മാരുടെ ഇടയ്ക്കില്ല. യഹൂദന്മാർ ജാതികൾക്ക് ചെയ്തത് ഈ പ്രസംഗികൾ ജൂയിഷ് ആളുകൾക്ക് തന്നെ ചെയ്യുന്ന ഒരു അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. അത് വളരെ കട്ടിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളൊരു സന്ദേശം പറഞ്ഞു, ത്രൂ ജീസസ് ക്രൈസ്റ്റ് യു ക്യാൻ ബി സേവ്ഡ്. നിങ്ങൾ ശുദ്ധമുള്ളവരാകും, ദൈവം നിങ്ങളെ അംഗീകരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അശുദ്ധരാണ് എന്നേ അർത്ഥം. ഇതാണ് 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊരുതൂർ സഞ്ചരിച്ചു. അപ്പം ശിഷ്യന്മാർ കർത്താവിനെ അനുസരിച്ച് പ്രാക്ടിക്കൽ മിനിസ്ട്രി ചെയ്തു. രോഗികളെ സൗഖ്യമാകുന്നതാ. നമ്മൾ കർത്താവിന്റെ ശുശ്രൂഷ സെയിം. ഞാൻ കൈവച്ചപ്പോൾ സൗഖ്യമായി, വിട്ടുപോന്ന് പറഞ്ഞപ്പോൾ ഭൂതം വിട്ടുപോയി. പ്രാക്ടിക്കൽ മിനിസ്ട്രി കർത്താവ് അവരെ ട്രെയിൻ ചെയ്യുക. 1-2 വാക്യത്തിൽ അധികാരവും ശക്തിയും കൊടുത്തു. 3 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ അടിയന്തര ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. സന്തോഷത്തോടെ ഇതനുസരിച്ച് മുന്നോട്ട് പോയി ശുശ്രൂഷിച്ച ആളുകൾക്ക് പ്രൈസ് ഗോഡ്, അവർക്കിത് അനുഭവിക്കാനുണ്ട്. റിയലി ശക്തി അവരിലൂടെ വ്യാപരിച്ചു, ആളുകളെ സൗഖ്യമാക്കി, അവർ ദൈവരാജ്യം പ്രഘോഷിച്ചു. അങ്ങനെ ഗ്രാമം തോറും അവർ സഞ്ചരിച്ച അനുഭവമാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ 12 പേരിൽ ഒരാളല്ലേ ജൂഡസ്? ആ പുള്ളി പ്രസംഗിച്ചു, അതെ. എന്ത് പ്രസംഗിച്ചു? മാനസാന്തരം. പുള്ളി ഭൂതത്തെ പുറത്താക്കിയോ? അതെ. എന്നിട്ട് അവസാനം ഭൂതം പുള്ളിയുടെ അകത്ത് കയറി. കണ്ടോ? ചിലർ പറയുന്നു അയ്യോ എന്ന്. അയ്യോ, പക്ഷേ യാഥാർത്ഥ്യമാണ്. യോഹന്നാൻ 13 അങ്ങനെയാ. ആദ്യം പിശാച് തോന്നിപ്പിച്ചു, പിന്നെ പിശാച് അവനിൽ കടന്നു. Ministers have to be very careful. Even Peter was intensely tested by Satan. ദൈവത്തിന്റെ രാജ്യത്തിനെതിരെ പിശാചിന്റെ രാജ്യമുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു യുദ്ധമാണ്.
ശുശ്രൂഷ ഏറ്റെടുക്കുന്നത് അനുഗ്രഹമാണ്. ബട്ട് വി ആർ അറ്റ് വാർ. ജൂഡസിൻ്റെത് ആ വിഷയം ഒരു മുന്നറിയിപ്പ് പോലെ നമുക്കെല്ലാവർക്കും നിൽക്കുകയാണ്. കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന യൂദ കൂടെ ഇരിക്കുമ്പോൾ പിശാച് അവനിൽ കടന്നു എന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് വാൺ ചെയ്യുന്നുണ്ട്, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. 13-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എല്ലാവരുമല്ല താനും. ജീസസ് ഓൾവേസ് ന്യൂ. എന്നാണ് ഇദ്ദേഹത്തിന് പറ്റിയത്? ദ ലവ് ഓഫ് മണി. ദ ലവ് ഓഫ് മണി. അപ്പൊ ഇത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കർത്തൃദാസന്മാർ, ദൈവമക്കൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. അപാര ആത്മീക അനുഭവങ്ങൾ ഉള്ളപ്പോഴും വെരി കെയർഫുൾ ആയിരിക്കണം. ആത്മാവിന്റെ നിറവിലും ആത്മാവിന്റെ നടത്തിപ്പിലും എപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ വരേണ്ടത്, ലോർഡ്, ഐ ആം ട്രസ്റ്റിംഗ് യു ഫോർ ടുഡേ. കഴിവില്ല കർത്താവേ, എന്നിൽ തന്നെ ഇൻഹറന്റായി ശക്തിയില്ല, കഴിവില്ല. ഐ ട്രസ്റ്റ് യു. ശുശ്രൂഷയ്ക്കും ദൈനംദിന ജീവിതത്തിനും സംരക്ഷണത്തിനും എല്ലാം. ലെറ്റ് നോട്ട് സൈറ്റൻ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എനി വൺ ഓഫ് us. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം പ്രിയരെ, പ്രാർത്ഥിക്കണം. നൺ ഓഫ് us are, എന്തോ നമ്മൾ ഭയങ്കര എന്തിനെ നേരിടാൻ, അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. ഇന്ന് നിർത്തിയെങ്കിൽ നിന്നു. ഓക്കെ, 2024 ദൈവത്തിന്റെ മഹാകരുണയാൽ അവിടുന്ന് നിർത്തി. 2025 അവിടുന്ന് നിർത്തിയാൽ നിൽക്കും. മനുഷ്യൻ അത്രയേ ഉള്ളൂ. മനുഷ്യൻ അത്രയേ ഉള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ദൈവകൃപയിൽ നിൽക്കുക. At every moment there is temptations. കർത്താവിന്റെ വലിയ കൃപ കർത്താവ് ധാരാളമായി നമ്മുടെ മേൽ പകരട്ടെ. ജൂഡസ് ഒരു മുന്നറിയിപ്പാണ്. ഇതുപോലെ പീറ്റർ ഇന്റൻസ് ആയിട്ട് പിശാച് ടെസ്റ്റ് ചെയ്തു. കർത്താവിന്റെ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. സാത്താൻ എന്നോട് ചോദിച്ചു, ടു ടെസ്റ്റ് യു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തിന്? വിശ്വാസം പോയി പോകാതിരിക്കാൻ. യു വിൽ ഫോൾ. ഹി വാസ് ഓവർ കോൺഫിഡന്റ്. സ്തോത്രം. ഞാൻ ഇപ്പോൾ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഈ 6-ാമത്തെ വാക്യം നമ്മൾ കണ്ടല്ലോ. 6-ാമത്തെ വാക്യത്തിൽ അവർ പുറപ്പെട്ടു, ഈ സുവിശേഷി അറിയിച്ചു, രോഗികളെ സൗഖ്യമാക്കി. ഈ വാർത്ത ഭയങ്കരമായിട്ട് പടർന്നു. രാഷ്ട്രീയ തലവന്മാര് പോലും നോട്ടീസ് ചെയ്തു. കാരണം ഇവര് ഇതെല്ലാം ചെയ്യുമ്പോൾ, ഈ അത്ഭുതകരമായ രോഗസൗഖ്യവും ഈ പ്രസംഗവും ഒക്കെ നടത്തുമ്പോൾ, ഇവര് ഇതിനെല്ലാം മഹത്വം കൊടുക്കുന്നത് കർത്താവിനാണ് എന്നതുകൊണ്ട് ഹേരോദ രാജാവ് പോലും നോട്ടീസ് ചെയ്യാണ്. പക്ഷെ അദ്ദേഹത്തിനൊരു കൺഫ്യൂഷൻ. ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകൻ എഴുന്നേറ്റതാണ്, ചിലർ പറയുന്നു ഇനി ഏലിയാവാണോ, വേറെ ചിലർ പറയുന്നു പുരാതന പ്രവാചകന്മാരിൽ ഒരാളാണോ, ഇതാരാണ്, ഹൂ ഇസ് ദിസ്? എന്ന് ചോദിക്കത്തക്കവണ്ണം ഇവരുടെ മിനിസ്ട്രി അത്ര ഇഫക്റ്റീവായിരുന്നു. സ്തോത്രം. The more we are effective, let us be humble before the Lord.
അതുകൊണ്ട് ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. ട്രെയിനിങ് ഓഫ് ദ ഡിസൈപ്പിൾസ്, ദ 12. അതിലൊന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരാൾ വീണുപോയി. 10 മുതൽ 17 വരെ നിങ്ങൾ അടുത്ത പ്രാവശ്യത്തേക്ക് വായിക്കുക. ഫീഡിങ് ഓഫ് ദ 5000. ശ്രദ്ധിക്കണേ, നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇത്ര ശക്തി, അധികാരം, ഇഫക്റ്റീവ് മിനിസ്ട്രി ഒക്കെയാണ് തിരിച്ചു വന്ന് അവര് വലിയ സന്തോഷത്തോടെയാണ് തിരിച്ചു വന്ന്. കർത്താവ് 10ാം വാക്യത്തിൽ അവർക്കൊരു റെസ്റ്റ് വേണം. ഈ വിഡ്രൂ എന്ന റിട്രീറ്റാണ്, അവർക്ക് ഇച്ചിരി ഒരു റെസ്റ്റൊക്കെ വേണം എന്ന് കണ്ട്. പക്ഷെ അടുത്ത പ്രതികൂലത്തിന് ഇവർക്ക് ഒരു പ്രശ്നം. കർത്താവേ, പറഞ്ഞയക്കവരെ, പറഞ്ഞയക്കേ, വി കനോട്ട് ഹാൻഡിൽ ദിസ്. ആയിരക്കണക്കിന്. അയ്യോ, നിങ്ങൾ ഈ അത്ഭുതമൊക്കെ ചെയ്താരല്ലേ? സി ദാറ്റ്. പക്ഷെ എന്നെ വളരെ ചിന്തിപ്പിച്ചെന്താണെന്നറിയോ? എടാ, നിന്നെ കൊണ്ടൊക്കെ പോയി നിനക്കൊക്കെ ശുശ്രൂഷ ഒരു പ്രയോജനവുമില്ലല്ലോ. എന്തൊരു അവിശ്വാസമായി ഇത്. ഇതൊന്നും കർത്താവ് പറയുന്നില്ല. നമുക്കത് അടുത്ത ആഴ്ച അവിടെ തുടങ്ങാം. എങ്കിലും ഞാൻ പറയാം, കർത്താവ് അവരുടെ മുൻപിൽ അത്ഭുതം ചെയ്തിട്ട് 12 കൊട്ട ശേഷിച്ചെന്ന ഈ അവിശ്വാസം പറഞ്ഞവനെ കൊണ്ട് ഓരോ കൊട്ട എടുപ്പിച്ചു. പാർട്ട് ഓഫ് ദ ട്രെയിനിങ്. ഒരു രോഗി സൗഖ്യമായതുകൊണ്ട്, ഒരു ഭൂതം വിട്ടുപോയതുകൊണ്ട്, ഒരു പ്രസംഗം ശരിയായതുകൊണ്ടൊന്നും ട്രെയിനിങ് തീർന്നില്ല. ഈ വലിയ കാര്യത്തെ കൈകാര്യം കർത്താവ് അവരുടെ മുൻപിൽ വെച്ച് ഹി ഈസ് ദ പ്രൊവൈഡർ എന്നവർക്ക് തെളിയിച്ചു കൊടുത്ത് അവരെ ബലപ്പെടുത്തുകയാണ്. പാർട്ട് ഓഫ് ദ ട്രെയിനിങ് ഓഫ് ദി 12 ആണ്. അവിടെയൊന്നും കർത്താവ് അവരെ തരം താഴ്ക ഒന്നുമില്ല. ആ പ്രശ്നത്തെ കർത്താവ് കൈകാര്യം ചെയ്തവരെ ട്രെയിൻ ചെയ്യാണ്. ഗോഡ് ബ്ലസ് യു. കർത്താവ് രഹിതമെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച കാണാം. എളിവനായി എനിക്കും വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഗോഡ്സ് ഗ്രേസ് ബി വിത്ത് യു.